AICC ജനറൽ സെക്രട്ടറി ദിഗ്വിജയ് സിംഗിൻ്റെ നിലപാട് 29 സംസ്ഥാനങ്ങളിൽ കൗസ്ലോട്ടർ ഗോവധം നിരോധിച്ചത് 24 സംസ്ഥാനങ്ങളിൽ മാത്രമാണ്. കോൺഗ്രസ് ഭരണകാലത്താണ് അങ്ങനെയുള്ള നിരോധനം ഏർപ്പെടുത്തിയത്, BJP ഭരണകാലത്തല്ല. മാത്രമല്ല രാജ്യമെമ്പാടും ഗോവധ നിരോധനം വേണം എന്നാണ് ദിഗ്വിജയ് സിംഗിൻ്റെ നിലപാടെന്ന് മാത്രമല്ല മുഗൾ ഭരണകാലത്തു പോലും ഗോവധ നിരോധനം ഏർപ്പാടാക്കി ഹിന്ദു വികാരത്തെ ആ രാജാക്കന്മാർ മുഖവിലക്കെടുത്തിരുന്നു. അപ്പോൾ സമാനമായ വിധത്തിൽ ഇന്ത്യയിലും അത്തരത്തിലുള്ള നയങ്ങൾ വേണം എന്ന് കോൺഗ്രസിന് തന്നെ അഭിപ്രായമുണ്ട്. നികേഷെ, നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് ഗോവധ നിരോധനത്തെക്കുറിച്ചല്ലല്ലോ. തൃശ്ശൂർ കേരളവർമ്മ കോളേജിലുണ്ടായ ഒരു സംഭവത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, സംസ്ഥാന ഗവൺമെന്റ്, ഇത് ദേശീയ തലത്തിൽ കേന്ദ്ര ഗവൺമെന്റ് എടുക്കേണ്ട ഒരു തീരുമാനമല്ല. സംസ്ഥാന ഗവൺമെന്റുകൾക്ക് ഈ തീരുമാനമെടുക്കാം. കോൺഗ്രസ് ഒരു ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അതിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ശ്രീ ദിഗ്വിജയ് സിംഗ് പല കാര്യങ്ങളിലും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ആ അഭിപ്രായം പാർട്ടിയുടെ അഭിപ്രായമല്ലെന്ന് AICC പലതവണ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് കോൺഗ്രസിൽ ഓരോ വ്യക്തികൾ നടത്തുന്ന അഭിപ്രായ പ്രകടനങ്ങൾ പാർട്ടിയുടെ അഭിപ്രായ പ്രകടനമാണെന്ന് പറയരുത്. കേരളത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളെന്തിനാ ഈ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നത്? ഇവിടെ ഇപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം. ഇവിടെ ശശികല ടീച്ചർ പറഞ്ഞു, പിന്നെ മാനേജ്മെന്റിന് ചില തീരുമാനങ്ങൾക്ക് ആവശ്യമുണ്ട്. രാജ്മോഹൻ ഉണ്ണിത്താൻ അറിയാത്തത് കൊണ്ട് എനിക്കറിയാമെന്ന് പറഞ്ഞ് ടീച്ചറുടെ ഈ അറിവിനെ ഞാൻ ബഹുമാനിക്കുന്നതോടൊപ്പം തന്നെ പറയാം, ടീച്ചർക്ക് അറിയാത്തൊരു കാര്യമുണ്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ അറിയാവുന്ന. കാരണം ഈ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഞങ്ങളുടെ തൃശ്ശൂർ DCCയുടെ പ്രസിഡന്റായ ശ്രീ ഭാസ്കരൻ നായരാണ്. ദേവസ്വം ബോർഡാണ് ഈ മാനേജ്മെന്റ്. ആ ദേവസ്വം ബോർഡിനെ നിയമിച്ചത് ഞങ്ങളുടെ ഗവൺമെന്റാണ്. അപ്പൊ സ്വാഭാവികമായി ആ മാനേജ്മെന്റ് എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിലൊക്കെ ഞങ്ങളും ചില കാര്യങ്ങൾ തീരുമാനിക്കും. അതുകൊണ്ട് ശശികല ടീച്ചർക്ക് അറിയാത്ത ചില കാര്യങ്ങളുണ്ട്. അധ്യാപികയായി പോയതുകൊണ്ട് എല്ലാം അറിയണമെന്നില്ല. ഞാൻ ഈ അടുത്ത കാലത്ത് തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് ഒരു യാത്ര പോയി. ടാക്സിക്കാരിലാണ് യാത്ര പോയത്. അപ്പൊ ആ ടാക്സിയുടെ ഡ്രൈവർ പറഞ്ഞു, സാറേ ഒരു ടീച്ചറുടെ പ്രസംഗം കേൾക്കണമെങ്കിൽ ഒന്ന് ഇട്ടു തരാം. കേൾപ്പിച്ചു. ഞാനിവരുടെ പ്രസംഗം കേട്ടു. അയ്യോ, ഞാൻ ഞെട്ടിപ്പോയി. കാരണം വാതരോഗം പിടിച്ച് തളർന്നു കിടക്കുന്ന ഹിന്ദുക്കൾ വരെ ചാടി എഴുന്നേറ്റ് ഈ രാജ്യത്ത് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഉന്മൂലനം ചെയ്യുന്ന ഒരു വർഗീയ പ്രസ്ഥാനം. ഞാനൊക്കെ ധരിച്ചു വരുന്നത് ഈ മദനിയാണ് ഏറ്റവും തീവ്രവാദമായി പ്രസംഗം നടത്തുന്ന ഒരാളെന്നാണ്. പക്ഷേ ഒരു മതേതര രാജ്യത്തിൽ ഈ ടീച്ചറുടെ പ്രസംഗമൊക്കെ ഒരു മതേതര രാജ്യത്തെ ഗവൺമെന്റ് നിരോധിച്ചിരുന്നെങ്കിൽ ഇപ്പൊ ഈ അധ്യാപക വൃത്തിയിൽ നിന്നൊക്കെ എന്നേ ഈ ടീച്ചറെ പറഞ്ഞു വിടുമായിരുന്നു. കാരണം ഞാൻ നികേഷിനെ വെല്ലുവിളിക്കുന്നു, ഈ ടീച്ചർ നടത്തുന്ന ഒരു പ്രസംഗത്തിന്റെ കാസറ്റ് ഒരു ദിവസം നിങ്ങൾ ഈ റിപ്പോർട്ടർ ചാനൽ പ്രേക്ഷകരെ കേൾപ്പിച്ചാൽ ഈ ടീച്ചർ ആരാണെന്നും ഇവരുടെ മനോഭാവം എന്താണെന്നും ഇവരുടെ പ്രവൃത്തി എന്താണെന്നും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകും. അതുകൊണ്ട് ഞാൻ ഈ ടീച്ചറോട് പറയുന്നു, ഇത് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന നാനാത്വത്തിൽ ഏകത്വമുള്ളൊരു നാടാണ്. മതാത്മകമായ സമൂഹത്തിൽ നിന്ന് ഒരു മതേതരാഷ്ട്രമായി മാറിയ രാജ്യമാണ് ഈ രാജ്യം. ദയവായി നിങ്ങൾ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും തമ്മിൽ അടുപ്പിച്ച് വർഗീയവൽക്കരണം നടത്തി ഈ രാജ്യത്തെ മതേതരത്വം അട്ടിമറിക്കാൻ ശ്രമിക്കരുത് ടീച്ചറെ. ടീച്ചറ് വിദ്യാർത്ഥികളെ ഉപദേശിക്കേണ്ട ആളാണ്, അവരെ നേർവഴിക്ക് നയിക്കേണ്ട ആളാണ്. അല്ലാതെ അവരുടെ സിരകളിലേക്ക് വർഗീയ രക്തം കുത്തിവെക്കേണ്ട ഒരു അധ്യാപികയല്ല നിങ്ങൾ. അതുകൂടെ മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഈ രാജ്യത്തോട് ഒരു കൂറും വിധേയത്വവും പ്രതിബദ്ധതയും വേണ്ടേ? അല്ലാതെ ഹിന്ദുരാഷ്ട്രത്തിന് വേണ്ടി ഒരു ടീച്ചർ ശമ്പളം വാങ്ങിച്ചുകൊണ്ട് ഇങ്ങനെ ഹൈന്ദവവൽക്കരണം നടത്തുന്നത് മര്യാദയാണോ എന്ന് അതിന് മറുപടി പറഞ്ഞ് ടീച്ചർ അവസാനിപ്പിക്കാൻ നമുക്ക് ചർച്ച. കൽബുർഗിയെയും ധബോൽക്കറെയും അതുപോലെ പൻസാരയെയും ഒക്കെ വധിച്ചത് ഉണ്ണിത്താന്റെ വാക്കുകൾക്ക് മറുപടി പറയാനുള്ള സംസ്കാരം എനിക്കില്ല. ഉണ്ണിത്താൻ പഠിച്ച കോളേജിലല്ല ഞാൻ പഠിച്ചിരിക്കുന്നത്. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരു രാഷ്ട്രീയക്കാർ പാലിക്കേണ്ട ഒരു മിനിമം മര്യാദ ഉണ്ണിത്താന്റെ എന്തും പറയാം എന്ന് രാജ്യത്തെ നിയമങ്ങൾക്ക് വിരുദ്ധമായാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഗവൺമെന്റിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കാം. ഒരു ചെറിയൊരു കാര്യം മാത്രം, ദേവസ്വം ബോർഡ് ഉണ്ണിത്താന്റെയോ ഉണ്ണിത്താന്റെ പാർട്ടിയുടേതോ അല്ല, ഹിന്ദുക്കളുടേതാണ്. ദേവസ്വം ബോർഡ് ഉണ്ണിത്താന്റെ അല്ല, ഉണ്ണിത്താന്റെ പാർട്ടിയുടെ അല്ല. പ്രധാനപ്പെട്ട കാര്യം രാജ്മോഹൻ ഉണ്ണിത്താൻ ചൂണ്ടിക്കാണിച്ചതും ഈ ചർച്ചയിലുള്ള പൊതുവികാരവും ഈ രാജ്യത്തിന്റെ വ്യത്യസ്ത കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്ന ചെറുതാണെങ്കിലുമുള്ള പ്രതികരണം, നിങ്ങൾ ഹിന്ദുക്കൾക്ക് മാത്രമായല്ല ഈ രാജ്യമെന്നും ഈ രാജ്യത്തിനൊരു ഭരണഘടനയുണ്ട് എന്നും അത് ആ ഭരണഘടനയുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി തയ്യാറാക്കിയ അനുശാസിക്കുന്ന മാർഗങ്ങളിലൂടെ മാത്രമേ പോകാൻ പാടുള്ളൂ എന്നും നിങ്ങൾക്ക്
ഞാനൊരു ചെറിയ കാര്യം ഭൂരിപക്ഷമുണ്ട്, പറഞ്ഞോട്ടെ. നിങ്ങൾക്ക് അധീശത്വമുണ്ട് എന്ന് വെച്ച് ഭരണഘടനയെ രാജ്യത്തെ പറ്റി ന്യൂനപക്ഷത്തെ പറയുമ്പോൾ ആ ഭരണഘടനയുടെ രണ്ടാം പൗരൻ നിർദ്ദേശക പൗരന്മാരാക്കുന്നതും അതുപോലെ തന്നെ നിങ്ങളെ പറയാൻ എതിർക്കുന്നവർക്കോ നിങ്ങൾക്ക് എതിർപ്പ് എന്നെ തോന്നുന്ന പറ്റി- വിഷയങ്ങളിലോ എന്നെ വെടിവെച്ച് പറ്റി ഇത്രയും കൊല്ലുന്നതും പറഞ്ഞ സ്ഥിതിക്ക് എങ്ങനെ പറയാൻ അനുവദിക്കൂ. നമുക്ക് അംഗീകരിച്ചു പോകാൻ കഴിയും? അത് എതിർക്കപ്പെടില്ലേ, വിമർശിക്കപ്പെടില്ലേ? അല്ല, എന്നെ പറ്റി ഇത്രയും ആക്ഷേപം പറഞ്ഞ സ്ഥിതിക്ക് അത് തിരുത്താൻ അല്ലെങ്കിൽ അതിനെപ്പറ്റി പറയാനുള്ള അവസരം തരണം. തീർച്ചയായും അല്ലാതെ പറയൂ. ഇവിടെ ഇരുത്തുന്നതിൽ ഇവിടെ അർത്ഥമില്ല. ജനാധിപത്യമുണ്ട്. ഈ ചർച്ച റിപ്പോർട്ടർ ചാനൽ സംഘടിപ്പിച്ചത് എന്റെ പ്രസംഗത്തെ വിലയിരുത്താനല്ല. ഇവിടെ ഈ ചർച്ച ജനാധിപത്യമുണ്ട്. കേരളവർമ്മ കോളേജിലെ ടീച്ചർക്ക് വിഷയവുമായി പറയാം, ബന്ധപ്പെട്ടിട്ടാണ്. എത്ര ഇത്തരത്തിൽ സമയം എന്റെ വേണമെങ്കിലും പ്രസംഗത്തെ എടുത്ത് രാജ്മോഹൻ വ്യക്തിപരമായി ഉണ്ണിത്താൻ ഹർട്ട് ചെയ്യാൻ പറഞ്ഞതിന് മറുപടി ഉണ്ണിത്താൻ പറയാം. ഈ രാഷ്ട്രീയക്കാരനാണ് രാജ്യത്ത് എന്നതുകൊണ്ട് അത് അധികാരമില്ല. ഇല്ലായ്മ ചെയ്യപ്പെടുമോ അതുകൊണ്ട് ഇത് എന്നുള്ളതാണ് ആശങ്ക. ശരിക്കും റിപ്പോർട്ടർ ചാനൽ വിളിച്ചു വരുത്തി അപമാനിച്ചതിന് തുല്യമാണ്. വിളിച്ചു വരുത്തി അപമാനിച്ചതിന് തുല്യമാണ് ഈ സംഭവം ഉണ്ടായത്. എന്റെ പ്രസംഗത്തെ വിലയിരുത്താനോ എന്റെ അധ്യാപനത്തെ വിലയിരുത്താനോ അല്ല ബഹുമാനപ്പെട്ട ഉണ്ണിത്താനെ ഇവിടെ കൊണ്ടുവന്നിരുത്തിയത്. ഉണ്ണിത്താന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ജോലിക്കാരിയുമല്ല ഞാൻ. ഇവിടുത്തെ നിയമങ്ങൾക്ക് വിധേയമായി പ്രവർത്തിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഒരു മിനിമം മര്യാദ. ഉണ്ണിത്താൻ എന്തും പറയാം, പക്ഷെ മുന്നിൽ ഇരിക്കുന്നവരെ പരിഗണിക്കേണ്ടതായിരുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി പറഞ്ഞു, ദേവസ്വം ബോർഡ് ഉണ്ണിത്താന്റെ സ്വകാര്യ സ്വത്തല്ല, കോൺഗ്രസിന്റെ സ്വകാര്യ സ്വത്തുമല്ല, അത് ഹിന്ദുവിൻ്റെതാണ്. അല്ല, ടീച്ചർക്ക് അതിനെ മറുപടി പറയാനുള്ള അവസരം നൽകുന്നു, അതില്ല എന്ന് പിന്നെ പറയരുത്. കാരണം ടീച്ചർ വർഗീയ വിഷം പടർത്തുന്നു എന്നുള്ളതാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത്. മറുപടി പറഞ്ഞത് ഈ വിഷയത്തെ പറ്റിയല്ല. ഇവിടെ ഉണ്ണിത്താൻ പറഞ്ഞത് റിപ്പോർട്ടർ ചാനലിന് ഇതിൽ അപലപിക്കാൻ സാധിക്കണം. ഉണ്ണിത്താൻ പറഞ്ഞത് കേരളവർമ്മ കോളേജിലെ വിഷയമല്ല. ഉണ്ണിത്താൻ പറഞ്ഞത് ശശികലയുടെ പ്രസംഗമാണ്. ഉണ്ണിത്താൻ പറഞ്ഞത് ശശികലയുടെ ജോലിയാണ്. പറഞ്ഞത് കേരളവർമ്മ കോളേജിലെ വിഷയമല്ല. ഞാനിവിടെ പൊതു അങ്ങാടിയിൽ നിന്നിട്ടാണ് പ്രസംഗിക്കുന്നത്. കേസെടുക്കാമല്ലോ, അറസ്റ്റ് ചെയ്യാമല്ലോ. പറഞ്ഞത് തെറ്റാണെങ്കിൽ അറസ്റ്റ് ചെയ്യാമല്ലോ. വ്യക്തിപരമായി അപമാനിക്കലാണോ അതിനുള്ള പരിഹാരം? അല്ല, വ്യക്തിപരമായ അപമാനിക്കലല്ല ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ടീച്ചർ ശശികല ടീച്ചർ പറയുന്നത് വർഗീയമാണ് എന്നാണ് പറഞ്ഞത്. ശശികല ടീച്ചറുടെ ഒരു വീട്ടുകാര്യമോ അല്ലെങ്കിൽ ശശികല ടീച്ചറുടെ വ്യക്തിത്വമോ ഇവിടെ ഉണ്ണിത്താൻ പറഞ്ഞിട്ടില്ല. ഉണ്ണിത്താൻ ഇത്തരത്തിൽ പറഞ്ഞാൽ ഞാൻ സമാധാനിക്കും. ഇന്നത്തെ നിങ്ങളുടെ വാർത്താ ഈ ന്യൂസ് അവറിൽ നിങ്ങൾ ശശികല ടീച്ചർ വർഗീയവാദി ആണോ അല്ലയോ എന്നാണോ സംസാരം? അതാണോ തർക്കം? ഇവിടെ സംഘപരിവാർ സംഘടനകൾ കൊണ്ടു നടക്കുന്ന വർഗീയവാദം, ആ വർഗീയവാദമാണ് നമ്മുടെ പൊതുവിഷയം. അല്ലല്ലല്ല, സംഘപരിവാർ സംഘടനകളുടെ വർഗീയ നിലപാടുകൾ, ആ വർഗീയ നിലപാടുകളാണ് ഇവിടെ വിഷയം. ശശികല ടീച്ചർക്ക് അവരുടെ പറയാം, അതാണ് ഇരട്ടത്താപ്പ്. വർഗീയ ഏത് നിലപാടുകൾ എന്ന് പറയാമല്ലോ. പൊതുവായി ഒരു പ്രസംഗത്തെ ആക്ഷേപിക്കാനാണ് ഇവിടെ എത്തിയത്. വ്യക്തിപരമായി ആക്ഷേപിച്ചിട്ടില്ല ശ്രീമതി ശശികല ടീച്ചർ. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരു വാചകത്തിൽ താങ്കൾ വ്യക്തിപരമായ ശശികല ടീച്ചറെ അധിക്ഷേപിക്കരുത്, അല്ലെങ്കിൽ അവരുടെ നിലപാടിനെ താങ്കൾക്ക് വിമർശിക്കാനുള്ള അവകാശം ഇവിടെ ഉണ്ട്. ചർച്ചയിൽ നികേഷേ ഞാൻ പറഞ്ഞത് ശശികല ടീച്ചർ നടത്തിയ പ്രസംഗങ്ങളുടെ കാസറ്റിന്റെ സംപ്രേഷണം റിപ്പോർട്ടർ ചാനൽ നടത്തിയിട്ട്, നമ്മുടെ രാജ്യം ഒരു മതേതര രാഷ്ട്രമാണ്, നമുക്ക് വ്യവസ്ഥാപിതമായ ഒരു ഭരണഘടനയുണ്ട്, അതനുസൃതമായ പ്രസംഗമാണോ ആ അധ്യാപിക നടത്തിയിട്ടുള്ളത് നോക്കണം. ഹൈന്ദവ വികാരം ആളിക്കത്തിക്കുന്നു. അവർ ടീച്ചറാണ്, വിദ്യാർത്ഥികളെ നല്ല വധിക്ക് ഉപദേശിക്കുന്നവരാണ്. ഇന്ത്യയുടെ അടിസ്ഥാന പ്രമാണങ്ങൾ അംഗീകരിച്ച് പറഞ്ഞാൽ അവരെ വ്യക്തിപരമായി ആക്ഷേപിക്കലാണോ? അതുകൊണ്ട് ഞാൻ നേരത്തെ ശ്രീ പി എം മനോജിനോട് ചോദിച്ച ചോദ്യം ആവർത്തിക്കുകയാണ്. ഒരിക്കൽ കൂടി പറയുന്നു, ഇവിടെ നമ്മുടെ രാജ്യത്ത് ഒരു പ്രത്യേക മനോഭാവം, ഒരു സംസ്കാരം മതി, ഒരു വേഷം മതി, ഒരു ഭക്ഷണം മതി, അല്ലെങ്കിൽ തല്ലിക്കൊല്ലും. ബോബി ചെമ്മണ്ണൂരിന് ലോട്ടറി നടത്താൻ അനുമതിയില്ല. ബോബി ചെമ്മണ്ണൂർ വ്യാജ ലോട്ടറി നടത്തിയാണ് ചായക്കച്ചവടത്തിന്റെ പേരിൽ. താങ്കൾ ഇപ്പൊ പറഞ്ഞത് വളരെ ശരിയാണ്. ബോബി ചെമ്മണ്ണൂരിന് ലോട്ടറി നടത്താൻ ലൈസൻസ് ഇല്ല. ഞാൻ ലോട്ടറി എന്ന് പറയുന്നത് പ്രോഡക്റ്റ് വിൽക്കുന്നതിന് സെയിൽസ് പ്രൊമോഷൻ ആണ് എന്നാണ് പറയുന്നത്. വളരെ കറക്റ്റാണ് ആ ഭാഗം. പ്രത്യേകിച്ച് സൗദി അറേബ്യയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരാളെ ജയിലിന് പുറത്തിറക്കാൻ ബോബി ചെമ്മണ്ണൂർ 1 കോടി രൂപ വാഗ്ദാനം ചെയ്യുകയും അതിന്റെ പേരിൽ യാതനയാത്ര നടത്തുകയൊക്കെ ചെയ്തപ്പോൾ ഒരുപാട് പേർ അദ്ദേഹത്തെ നെഞ്ചോടെടുത്ത് വെച്ച് മഹാനാണ്, ഞാൻ ചേർത്ത് വയ്ക്കുന്നത് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ബോച്ചേറ്റിയുടെ പ്രൊമോഷനായിരുന്നു. അബ്ദുൾ റഹീമിനെ സൗദി ജയിലിൽ നിന്ന് രക്ഷിച്ചത് ബോച്ചേറ്റിയുടെ പ്രൊമോഷന് വേണ്ടിയാണ് എന്നാണ് താങ്കൾ പറഞ്ഞത്.
എൻ്റെ അമ്മോ, എനിക്ക് എന്താ ഞാൻ പറയാതിനൊക്കെ. ഞാൻ 1 കോടി രൂപ ആദ്യം അങ്ങോട്ട് പ്രഖ്യാപിച്ചു. ഞാൻ ഇതിൽ ഇറങ്ങുമ്പോൾ എൻ്റെ മുമ്പിൽ 2 ആഴ്ച സമയമുള്ളൂ. ആകെ കമ്മിറ്റി കളക്ട് ചെയ്തത് 2,40,00,000 രൂപ. അപ്പോൾ എനിക്ക് തീരുമാനമായി, ഇനിയുള്ള ഈ 2 ആഴ്ച കൊണ്ട് ഒന്നും സംഭവിക്കില്ല, 34 കോടി കിട്ടാൻ പോണില്ല. ചിലവരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടപ്പോഴും തീരുമാനമായി അബ്ദുൾ റഹീമിൻ്റെ തല അറക്കും എന്നുള്ളത്. അപ്പോൾ അവിടെ ഞാൻ 1 കോടി കൊടുത്തതും തട്ടിപ്പാണോ? ഇനി നിങ്ങൾ അറിയാത്തൊരു സാധനം പറയും, ഇതുവരെ ആർക്കും അറിയില്ല, കമ്മിറ്റിക്ക് പോലും അതിനെക്കുറിച്ച് അറിയുമെന്ന് അറിയില്ല. ഞാനേ ഇതിൻ്റെ ചെലവ്, വണ്ടി, ആൾക്കാർ, ചെലവ്, റൂം, കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങി തിരിച്ചതിന് മൊത്തത്തിൽ 40 ലക്ഷം രൂപ ഞാൻ സ്പെൻഡ് ചെയ്തു. ഒരാൾ നല്ല മനസ്സുള്ള ചോദിച്ചു, ബോച്ച 1 കോടി തന്നതല്ലേ, ആ ചെലവ് വരുന്നത് അതിൽ നിന്ന് എടുത്തോളൂ 40 ലക്ഷം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, ഇത് ഫ്രം ദ ഹാർട്ട് ഞാൻ ചെയ്യുന്നതാണ്. ഇന്ന് വരെ ഈ 40 ലക്ഷത്തിനെ കുറിച്ച് ഒരു സ്ഥലത്തും ഞാൻ പറഞ്ഞിട്ടില്ല, ഒരു മീഡിയയിലും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ എടുത്ത് പറയാം. ഇതിലെനിക്കൊരു രോഷമുണ്ട്. എന്താ, നമ്മൾ പലതും ചെയ്യും, പരസ്യത്തിന് ചെയ്യും, പേര് കിട്ടാൻ ചെയ്യും, ഇതൊക്കെ എല്ലാവരും ചെയ്യും. ചില കാര്യങ്ങൾ ഫ്രം ദ ഹാർട്ട് ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി ചെയ്തതാണ്. ഈ 40 ലക്ഷം എനിക്ക് വേണമെങ്കിൽ അവിടുന്ന് വാങ്ങാം, ഇതുവരെ ചോദിച്ചിട്ടില്ല, വേണ്ടെന്നാ പറഞ്ഞു. അപ്പോൾ ഈ ഒരു കാര്യത്തിനെങ്കിലും നിങ്ങൾക്ക് ഒന്ന് നല്ലത് പറയായിരുന്നു, ബാക്കിയൊക്കെ പോട്ടെ. കാരണം ഒരു ജീവൻ രക്ഷിച്ച കാര്യമാണ്. അല്ല, ഞാൻ ഇറങ്ങണ്ടായിരുന്നോ? അപ്പോൾ അബ്ദുൾ റഹീമിൻ്റെ തല വെട്ടണേന് നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ലേ? അതിൽ സന്തോഷിക്കാൻ പറ്റുമോ? ആർക്കെങ്കിലും പറ്റുമോ അങ്ങനെ? ഒരു മനസാക്ഷിയുള്ള ഒരാളും, നിങ്ങളല്ലാതെ ഒരു വ്യക്തി, എൻ്റെ ശത്രുക്കൾ പോലും പറഞ്ഞിട്ടില്ല, നിങ്ങൾ മാത്രമേ പറഞ്ഞത്. ഇതിലും നിങ്ങൾ കുറ്റം കണ്ടു. എൻ്റെ കൂടെ എത്ര പേര് ഈ വെയിലത്ത് തെണ്ടാനിറങ്ങി യാചക യാത്രയ്ക്കായിട്ട്, എത്രയോ ഫാൻസും ഒക്കെ ഇറങ്ങി, അല്ലാത്തവരും സംഘടനകൾ എത്രയോ പേര് പൈസ തന്നു. ഞാൻ ഇറങ്ങിയില്ല. ഞാൻ ഇറങ്ങിയത് ഒരു മോശമായിട്ട് നിങ്ങൾ കാണുന്നുണ്ടോ? ആരെങ്കിലും ഇറങ്ങണ്ടേ? നടു റോട്ടിൽ പിച്ചപാത്രം എടുത്ത് ഇറങ്ങണ്ടേ? ഇറങ്ങിയില്ലേ? ഞാൻ എൻ്റെ പേരും കാര്യങ്ങളൊന്നും മാറ്റി. എനിക്ക് സോഷ്യൽ മീഡിയയിൽ അല്ലെ പലരും AC-യിൽ ഇരുന്നിട്ട് ഇതും തുറന്നു വെച്ചിരിക്കുന്ന പോലെ ഇരുന്ന് എനിക്ക് സംസാരിച്ചൂടെ? 1 കോടി ഇട്ടിട്ട് ഈ 40 ലക്ഷം ചിലവാക്കേണ്ട, വെയിലും കൊള്ളണ്ട, ഞാൻ 1 കോടി കൊടുത്തു, അപ്പോഴും പേര് കിട്ടും. ഈ റോട്ടിൽ ഇറങ്ങണോ? എനിക്കറിയാം 1 കോടി കൊടുത്ത് ഞാൻ AC റൂമിൽ ഇരുന്നാൽ നടക്കില്ല, വില 4-5 കോടി രൂപ കിട്ടുമായിരിക്കും. ഞാൻ പിച്ചപാത്രം എടുത്ത് ഇറങ്ങി. അതൊരു മാർക്കറ്റിംഗാണ്. മറ്റുള്ളവർക്ക് ഒരു സിമ്പതി ഉണ്ടാവണം, ഒരു കുറ്റബോധം ഉണ്ടാവണം. ജാതി മതം നോക്കിയിട്ടല്ല. എനിക്ക് ജാതിയില്ല, ജനിച്ചത് നസ്രാണിയാന്നുള്ളൂ. അതിൽ പറയുമ്പോൾ ഒരു നസ്രാണിക്കാരൻ ഒരു മുസ്ലിമിന് വേണ്ടി പിച്ചപാത്രം എടുത്ത് റോഡ് മുഴുവൻ തെണ്ടുകയാണ്. അത് ജനങ്ങളിൽ കുറ്റബോധം ഉണ്ടാക്കും, അവർ ശ്രദ്ധിക്കും, നല്ല മനസ്സുള്ളവർക്ക് മനസ്സലിയും എന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ ഇറങ്ങിയതാ. ഞാൻ ഇറങ്ങി അത് സാധിച്ചിരിക്കണം. 812 കിലോമീറ്റർ ഓടാൻ ഇറങ്ങി, കാസർഗോഡ് ടു ട്രിവാൻഡ്രം വരെ ഓടിയെത്തി. അന്ന് ഞാൻ കൊടുത്തതേ 10-12 കോടി രൂപ ചെക്കാണ് കൊടുത്തത്, 14 കോടി രൂപയുടെ. അന്നത്തെ മിനിസ്റ്റർ ഉമ്മൻചാണ്ടിയാണ് ചെക്ക് വിതരണം ചെയ്തത്. ഞാൻ എന്ത് ചെയ്താലും നിങ്ങൾ അംഗീകരിക്കണം എന്നൊന്നുമില്ല. ചില നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാനല്ല, ആര് ചെയ്താലും അവർക്കത് തുടർന്ന് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഇൻസ്പിറേഷന് വേണ്ടി നല്ല കാര്യങ്ങൾ പറയണം. തെറ്റ് കണ്ടാൽ നിങ്ങൾ പറഞ്ഞോ, സത്യസന്ധമായിട്ട് പറഞ്ഞോ, നമുക്ക് തിരുത്താം. ഇതിലൊക്കെ എന്താ പറയുക, എന്ത് തെറ്റാ? ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. നിങ്ങളൊരു കാര്യം പറ, നിങ്ങൾ ബോച്ചെ നിങ്ങൾ ഇങ്ങനെ ചെയ്യും എന്ന് നിങ്ങൾ പറഞ്ഞ ആ കാര്യം ഞാൻ ചെയ്യാം. എന്നിട്ടെങ്കിലും നിങ്ങൾ അതൊന്ന് സമ്മതിക്കുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ എന്ത് ചെയ്താൽ ഇത്രയും കാലത്തിനിടയ്ക്ക് ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? നിങ്ങൾ ഒരു നന്മ ഇതിൽ കാണുന്നില്ല. എന്നോട് എന്തിനാ വൈരാഗ്യം? എന്തായാലും ഞാൻ നിങ്ങളുടെ ഓട്ടത്തിൻ്റെ സമയത്ത് UK-ൽ എന്തോ ഓൺലൈൻ ഉദ്ഘാടനത്തിന് എന്നെ വിളിച്ചു. എനിക്ക് വരാൻ പറ്റിയില്ല. അതിന് ഞാൻ തെറ്റാണ്, വരാൻ പറ്റിയില്ല. കാരണം എനിക്കറിയാം വരാമെന്ന് പറഞ്ഞിട്ട് എത്താൻ പറ്റിയില്ലെങ്കിൽ അതിൽ ഞാൻ മാപ്പ് ചോദിക്കുക. അത് മാത്രമേ ഒരു കാര്യം എൻ്റെ ഭാഗത്തു നിന്ന് തെറ്റുണ്ടായിട്ടുള്ളൂ.
ഞാൻ എന്ത് ദ്രോഹമാണ് നിങ്ങൾക്ക് ചെയ്തിട്ടുള്ളത്, അല്ലെ ജനങ്ങൾക്ക് എന്ത് ദ്രോഹമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്? ഞാൻ ഈ കഴിഞ്ഞ 10-25 വർഷത്തിനുള്ള ഒരു 100 കോടി രൂപയെങ്കിലും മിനിമം ഞാൻ ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടാവും. അത് ആ നന്മയൊന്നും എനിക്ക് വേണ്ട. പക്ഷെ നിങ്ങൾ ഇങ്ങനെ അധിക്ഷേപിക്കുമ്പോൾ അതിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഇൻസ്പിറേഷൻ ഉണ്ടല്ലോ, അത് ഞാനല്ല ആരായാലും അത് ചോർന്നു പോകരുത്. കാരണം ഇതുപോലെ ഇനി പല ആവശ്യങ്ങളുണ്ടാവും, ഇറങ്ങാൻ ആളുണ്ടാവില്ല. മനസ്സിലായില്ലേ? നല്ല കാര്യങ്ങൾ ചെയ്യാൻ മുമ്പോട്ട് പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം നിരുത്സാഹപ്പെടുത്തുക. അപ്പോ ആൾക്കാരെ അമാന്തിക്കും. ഞാനിപ്പോൾ ചിന്തിക്കുകയാണ്, ഞാൻ ഈ ഒരു നല്ല എൻ്റെ കൂടെയുള്ള ഒരുപാട് പേര് പറയുകയാണ് ഈ എന്തിനീ ആവശ്യമില്ലാത്തതിനൊക്കെ പോകണം, ചില്ലറ എന്തെങ്കിലും കൊടുത്തിട്ട് മിണ്ടാണ്ടിരുന്നാൽ പോലെ എന്താ. പക്ഷെ നമ്മുടെ ഒരു മനസാക്ഷിക്ക് വേണ്ടി ചെയ്യണം. തേയിലയുടെ കച്ചവടത്തിന് വേണ്ടിയാണ് അബ്ദുറഹ്മാനെ രക്ഷിച്ചതെന്ന് പറഞ്ഞു. ഞാനിത് 2ാമത്തെ വർഷമാണ് ഈ 1000 ഏക്കർ EVTയുടെ വാങ്ങിയിട്ടുള്ളത്, ഈ ഫാക്ടറി അടക്കം. 7-8 മാസം മുമ്പ് ദുബായിൽ ഞാൻ തുടങ്ങി. അവിടെ ഈ ഡ്രോ നടക്കുന്നുണ്ട്. ദുബായ് എക്കണോമിക് ഡിപ്പാർട്ട്മെന്റ് എനിക്ക് ലൈസൻസ് തന്നിട്ടുണ്ട് റാഫിൽ ഡ്രോ നടത്താൻ. ബോട്ട് ഷേവിംഗ് അവിടെ നടക്കുന്നുണ്ട്. ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആ ന്യൂസുകളൊക്കെ നോക്കി എന്റെ കാണാം. എത്രയോ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം. അല്ലാണ്ട് ഈ അബ്ദുറഹീമിനെ തൂക്കണ കാര്യം അറിഞ്ഞപ്പോ പെട്ടെന്ന് ചായ കച്ചവടം തുടങ്ങിയതല്ല. അതായിട്ട് ഒരു ബന്ധമില്ല. അതെവിടെ ഇതെവിടെ. അല്ലെങ്കിൽ തന്നെ ഞാൻ ഇത്രയും കാലം തുടങ്ങിയ ബിസിനസ്സുകൾ ഇതാ, എനിക്ക് ചായ കച്ചവടമൊക്കെ ഉണ്ട്, ഗോൾഡ് ഉണ്ട്, ബാങ്കിങ് ഉണ്ട്, റിസോർട്ട് ഉണ്ട്, ഫിജി കാർട്ട് ഉണ്ട്, ഇ-കോമേഴ്സ് ഉണ്ട്, അങ്ങനെ പല ബിസിനസ്സുകളുണ്ട്. തിരുപ്പൂർ ഗാർമെന്റ് ഫാക്ടറി ഉണ്ട്. അപ്പൊ ഇത് ഓരോന്ന് തുടങ്ങുമ്പോഴും ഞാൻ ഇതുപോലെ അബ്ദുറഹീമിനെയോ അല്ലെങ്കിൽ ഇതുപോലെ രക്ഷിച്ചിട്ടാണോ തുടങ്ങിയിട്ടുള്ളത്? എനിക്കെന്താ മാർക്കറ്റിംഗ് അറിയില്ലേ, സെയിൽസ് അറിയില്ലേ, എനിക്ക് ബ്രാൻഡ് ഇല്ലേ, എനിക്കെന്താ ഫണ്ട് ഇല്ലേ, എനിക്ക് ബുദ്ധിയും ബോധമില്ലേ കച്ചവടം ചെയ്യാൻ? അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്താലും ഇതൊക്കെ ഇങ്ങനെ ഇതിനു വേണ്ടിയാണ്, പേരിന് വേണ്ടിയാണ്, ബിസിനസ്സിന് വേണ്ടിയാണ് എന്ന് പറയാൻ തുടങ്ങിയാൽ എനിക്കറിയില്ല. ഇത് കാണുന്ന ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്താണ്. പരസ്യത്തിന് വേണ്ടി നമ്മൾ പലതും ചെയ്യും. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ സ്വന്തം ഹാർട്ട്, മനുഷ്യനല്ലേ ഞാൻ എന്തൊരു ഭീകരനാണോ, ദുഷ്ടനാണോ? ചിലതൊക്കെ കാണുമ്പോൾ മനസ്സലിയും, ചെയ്തിട്ടുണ്ട്, ചെയ്തുകൊണ്ടിരിക്കും, ഇനിയും ചെയ്യും. അപ്പൊ നിങ്ങളിത് ചെയ്തുകൊണ്ടൊന്നും നിർത്താൻ പോകുന്നില്ല. എങ്കിലും നിങ്ങളൊരു മനുഷ്യനല്ലേ, ചില കാര്യങ്ങൾ മനസ്സിലാക്കി സംസാരിക്കണം. ഇപ്പൊ നിങ്ങൾ പറഞ്ഞാലില്ലെങ്കിലൊന്നും എനിക്ക് പ്രശ്നമില്ല. നിങ്ങളിതിപ്പോ കുറെ കാലമായി ഇതുപോലെ സംസാരിക്കും. ഞാൻ എൻ്റെ വഴിക്കും നിങ്ങൾ നിങ്ങളുടെ വഴിക്കും പോകുന്നു എന്നുള്ളത്. അപ്പോൾ പറഞ്ഞപ്പോൾ ആ വികാരത്തിൽ പറഞ്ഞു. ഈ ഒരു സബ്ജക്റ്റ് പറഞ്ഞതുകൊണ്ട് ഞാൻ ആ വികാരത്തിൽ പറഞ്ഞു. ഇതൊരു മനുഷ്യന്റെ ജീവനാണ്. ആ ജീവൻ വെച്ചിട്ട് നിങ്ങൾ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു മിസ്റ്റർ സാജൻസ് അറിയാം. കേസ് ഒരിടത്തിലെത്താൻ പോകുന്നില്ല. ബോധിച്ചപ്പെട്ടതിന് മുമ്പും പല കേസുകളും ഉണ്ടായിട്ടുണ്ട്. ഒരിടത്തിലെത്തിയിട്ടില്ല. ലോകം അറിയുന്നില്ല എന്ന് മാത്രം. കാരണം നന്മയുടെ പ്രതീകമായി ലോകം അദ്ദേഹത്തെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. മഹാനാണ് എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇയാളുടെ ഉടായ്പകളൊക്കെ എന്തെങ്കിലും പുറത്തു വരുന്ന ഉത്തമ ബോധ്യം എനിക്കുണ്ട്. ആ ഉത്തമ ബോധ്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇതൊക്കെ പറയുന്നത്. നേരത്തെ ഇത് പറഞ്ഞപ്പോൾ അംഗീകരിക്കാത്തവർക്ക് ഇപ്പോൾ മനസ്സിലായി കാണും. ഇത് ഞാൻ പറഞ്ഞത് വ്യാജമാണെങ്കിൽ ലോട്ടറി വിഭാഗത്തിൽ പരാതി കൊടുക്കേണ്ടതില്ല, കേരള പോലീസിന് കേസെടുക്കേണ്ടതുമില്ല. ഞങ്ങൾ നേരത്തെ പറയുന്നതൊക്കെ പിന്നീട് ശരിയായി വരാറുണ്ട്. എല്ലാ കാര്യങ്ങളിലും അങ്ങനെയാണ്. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. എന്നാലും താങ്കൾ ഇത്തിരി വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ, ഈ കോടതിയുടെ കടലാസ് വരെ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ പറയുമായിരുന്നില്ല. ഇത്തിരി ധൃതി കൂടിപ്പോയി, ഇത്തിരി ഫാസ്റ്റ് ആയിപ്പോയി, അതാ പറ്റിയത്. കോടതിയുടെ കടലാസ് ഒന്ന് വായിച്ചു നോക്കൂ. 2B പ്രകാരം ലോട്ടറി അല്ലാന്നും ഇതിൽ വേറെ വഞ്ചനയോ തട്ടിപ്പോ വെട്ടിപ്പോ ഒന്നുമില്ലാന്ന് അതിൽ കാണാം. പക്ഷെ ആ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് നിങ്ങൾ ധൃതിപ്പെട്ടി ന്യൂസ് ചെയ്തു പോയി. അത് വെയിറ്റ് ചെയ്യണമായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് കണ്ട് അതിന് ശേഷമാണ് ഇത് ഞാൻ ഇടുന്നത്. അപ്പൊ താങ്കൾക്ക് മനസ്സിലാവും. താങ്കൾക്ക് സത്യസന്ധനാണെങ്കിൽ താങ്കൾ ഇന്നാള് പറയുണ്ടായി തെറ്റുപറ്റിയാൽ ഞാൻ തിരുത്തുമെന്ന്. അങ്ങനെയാണെങ്കിൽ ആ കോടതിയുടെ ഓർഡർ വായിച്ചിട്ട് താങ്കൾ പറയൂ, ഞാൻ നേരത്തെ ധൃതിപ്പെട്ട് ന്യൂസ് ചെയ്തു പോയി, ഇത് പ്രകാരം ഇത് തെറ്റല്ല എന്ന് വായിച്ച് ബോധ്യപ്പെട്ടാൽ താങ്കൾ തന്നെ ജനങ്ങളോട് പറയൂ, ഇത് ലോട്ടറി അല്ല, 2B ആക്ട് പ്രകാരം ഇത് സെയിൽസ് പ്രൊമോഷൻ മാത്രമാണ് ചെയ്യുന്നത്, ഇത് നിയമവിരുദ്ധമല്ല എന്ന് താങ്കൾ വിളിച്ചു പറയണം. ക്വാളിറ്റി ഉണ്ടെങ്കിൽ അത് ഞാൻ പ്രതീക്ഷിക്കുന്നു താങ്കൾ
പഠിച്ചിട്ട് അത് പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനുവേണ്ടിയാണ് ഈ കോടതിയുടെ കടലാസ് ഇടുന്നത്. അത് താങ്കൾ കിട്ടിക്കാണില്ല. അതിനു മുമ്പാണ് ഈ ന്യൂസ് ഇറങ്ങിയിട്ടുള്ളത്. ബോബി ചെമ്മണ്ണൂർ ചായ നിർമ്മിക്കാനുള്ള ഫാക്ടറിയോ അത് പാക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങളോ ഒന്നും ഉള്ളതായി ആർക്കും അറിയില്ല. അതൊക്കെ വെറുതെ കടലാസിൽ മാത്രമാണ്. എങ്ങനെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ കുറെ ചായ പേരിന് വേണ്ടി ഉണ്ടാക്കുന്നു. ആ ചായ വിറ്റ് ലാഭം ഉണ്ടാക്കുന്നതിൽ കുഴപ്പമില്ല. ബോബി ചെമ്മണ്ണൂരിന് ചായ ഫാക്ടറി ഉണ്ട്, പാക്കിംഗ് സംവിധാനമുണ്ടോ ഇല്ല, ഒന്നും ഇല്ല എന്നാണ്. താങ്കൾക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല. ഒരുപാട് ന്യൂസുകൾ ഒരു ദിവസം എത്രയോ ന്യൂസ് കവർ ചെയ്യുന്നത് കൊണ്ട് ഞാൻ തെറ്റ് പറയില്ല. ഓർമ്മയുണ്ടാവണമെന്നില്ല. മുമ്പ് പറഞ്ഞു ബോച്ചെ 1000 ഏക്കർ, എനിക്ക് 1000 ഏക്കർ ഇല്ല, 160 ഏക്കറേ ഉള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ അതിപ്പോ പറയുന്നില്ല. ഞാൻ എന്റെ ആധാരം എടുത്ത് സൂം ചെയ്ത് കാണിച്ചു കൊടുത്തു, എനിക്ക് 1000 ഏക്കർ. ഞാൻ രേഖാമൂലമാണ്. അപ്പൊ അത് പറയുന്നില്ല. ഫാക്ടറി ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ ഫാക്ടറി ഉണ്ടെന്ന് താങ്കൾ തന്നെ പറഞ്ഞു. ആ ഫാക്ടറിയിലും ചായപ്പൊടി ഉണ്ടാക്കുന്നതും പാക്ക് ചെയ്യണതൊക്കെ ഞാൻ ഇപ്പൊ വീഡിയോ ഇവിടെ കാണിച്ചു തരാം. അപ്പൊ താങ്കൾ ഒരു കാര്യത്തിൽ അപ്രിഷിയേറ്റ് ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ അറിഞ്ഞാൽ തിരുത്തുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ പിടിച്ച മുയലിന് 4 കൊമ്പ് എന്ന് പറയുന്നില്ല. അതൊരു ക്വാളിറ്റിയാണ്. 1000 ഏക്കർ ഉണ്ടെന്ന് മനസ്സിലായി. ഫാക്ടറി ഇല്ല എന്ന് പറഞ്ഞു. ഇപ്പൊ ഫാക്ടറി ഉണ്ടെന്ന് താങ്കൾ സംഭവിച്ചു. ഇനി പാക്കറ്റ് മെഷീൻ ഉണ്ടോ എന്നുള്ളതാണ്. അത് ഞാൻ പാക്ക് ചെയ്യണത് കാണിച്ചു തരാം. അപ്പോ ഇതൊക്കെ എന്ത് കാര്യം? ഫാക്ടറി ചായ ഒരു കാര്യമില്ല. ഇനി ചായപ്പൊടി ഞാൻ എന്റെ ഫാക്ടറിയിലും മാത്രം അല്ല ഉണ്ടാക്കുന്നത്. മറ്റു പല ഫാക്ടറികളിൽ കൂടെയും ഞാൻ ഔട്ട്സോഴ്സ് ചെയ്യുന്നുണ്ട്. കാരണം നല്ല സെയിൽസ് ഉണ്ടാവുമ്പോ നമ്മുടെ സ്റ്റേറ്റിലെ ടീം മാത്രം മതിയാവില്ല. അതുകൊണ്ട് വിയറ്റ്നാം, ഡാർജിലിംഗ്, പല സ്ഥലത്തെ ടീ ഓപ്ഷൻ എടുത്തുകൊണ്ട്, ഞാൻ മാത്രമല്ല എല്ലാ വലിയ കമ്പനികളും ചെയ്യുന്നതാണ്, ഓപ്ഷൻ എടുത്തുകൊണ്ട് നമ്മൾ 3-4 ടീ ബ്ലെൻഡ് ചെയ്തിട്ടാണ് ഈ ടേസ്റ്റിലേക്കും കടുപ്പത്തിലൊക്കെ ആക്കി കൊണ്ടുവരുന്നത്. അത് നല്ലൊരു പണിയാണ്. അപ്പോ പുറത്തുനിന്നും ചായ എടുത്തിട്ട് ഞാൻ ബ്ലെൻഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ നമുക്ക് അതിന്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഒക്കെ ടീമൊക്കെ ഉണ്ട്, ഒക്കെ ചെയ്തിട്ടും ഔട്ട്സോഴ്സ് ചെയ്തിട്ടും സ്വന്തമായിട്ടൊക്കെ ഇത് ചെയ്തിട്ടാണ് ഇത് ഇറക്കുന്നത്. അതിലെന്താ തെറ്റ്? മാർക്കറ്റ് വിലയ്ക്ക് അല്ല, അന്തസ്സായിട്ടുള്ള നമ്പർ 1 കേരളത്തിലെ അടിപൊളി ടീ ആണ് ഞാൻ കൊടുക്കുന്നത്. ജനങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്തു. വ്യാജ ലോട്ടറി നമ്മുടെ നാട്ടിലെ നിയമം അനുസരിച്ച് സ്റ്റേറ്റിന് മാത്രമേ ലോട്ടറി നടത്താൻ കഴിയൂ. എന്നാൽ ഒരു പ്രൊഡക്റ്റിന്റെ പ്രൊമോഷന് വേണ്ടി ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ കൂപ്പണുകൾ കൊടുക്കാം. ആ ഒരു പഴുതുപയോഗിച്ച് ചായയേക്കാൾ കൂടുതൽ പ്രാധാന്യം ഈ കൂപ്പണ് കൊടുത്ത് ലക്കി ഡ്രോയ്ക്ക് പരസ്യം കൊടുത്ത് നടത്തുകയാണ്. അതിനുള്ള ഓൺലൈൻ സംവിധാനങ്ങളെല്ലാം ഉണ്ട്. എവിടെയാണ് ചായ? ആർക്കും ചായയും വേണ്ട, എല്ലാവർക്കും വേണ്ടത് കൂപ്പൺ മാത്രമാണ്. ചായ വാങ്ങാൻ ഇറങ്ങിയ വലിയ പണിയാണ്, കിട്ടാനില്ല. ചായയേക്കാൾ പ്രാധാന്യം ബോച്ചെ ലക്കി ഡ്രോ ടിക്കറ്റിന് കൊടുക്കുന്നു എന്നാണ് താങ്കളുടെ മറ്റൊരു പരാതി. അത് ജനങ്ങളല്ലേ തീരുമാനിക്കണ്ടേ? ഞാൻ നല്ല ചായപ്പൊടി കൊടുക്കുന്നുണ്ട്. എൻ്റെ ബിസിനസ് ചായപ്പൊടിയാണ്. ചായപ്പൊടിയിൽ നിന്നുള്ള ലാഭമാണ് എനിക്ക് കിട്ടുന്നത്. ലോട്ടറിയിൽ നിന്ന് എനിക്ക് ലാഭമില്ല. കാരണം ഞാൻ ടിക്കറ്റ് ഫ്രീ ആണ് കൊടുക്കുന്നത്. ടിക്കറ്റ് വിറ്റ് കാശുണ്ടാക്കുമ്പോഴാണ് ലോട്ടറി ആവുന്നതും ലോട്ടറിയുടെ ലാഭം ലഭിക്കുന്നത്. എനിക്ക് 1 രൂപ പോലും ലോട്ടറിയിൽ നിന്നില്ല. ചായപ്പൊടിയിൽ നിന്ന് ലാഭം കിട്ടും. അതും എനിക്ക് കേരളത്തിൽ മാത്രമല്ല, പല രാജ്യങ്ങളിലും ഈ കച്ചവടം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ചായ ഒരു ചെറിയ കച്ചവടമല്ല. ചായക്ക് വലിയൊരു മുഖച്ഛായ ഉണ്ട്. ഒരുപാട് വലിയ സ്കോപ്പുള്ള ബിസിനസ്സാണ്. ഇപ്പൊ നഷ്ടത്തിലാണ് തുടങ്ങിയിട്ടുള്ളൂ. കുറച്ച് മാസങ്ങൾ എടുക്കും അതിന്റെ ബ്രേക്കിങ്ങിൽ എത്താനായിട്ട്. അതുകൊണ്ട് സീരിയസ്ലി ഞാൻ ചായ കച്ചവടം ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ലോട്ടറി കച്ചവടത്തിന് ഇല്ല, അല്ലെങ്കിൽ ലോട്ടറി കച്ചവടക്കാർക്കെതിരോ ഇല്ല, ലോട്ടറി ഏജൻസിനെതിരല്ല. ഇതൊക്കെ നന്നായിട്ട് ചായപ്പൊടി ലോട്ടറി വിൽപ്പന അവർ നടത്തുന്നുണ്ട്, നന്നായിട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് ഇതുമായിട്ട് യാതൊരു ബന്ധവും ലോട്ടറിക്കും ചായക്കും ഇല്ല. താങ്കൾ പറയുന്നു കേരള ഭാഗ്യക്കുറിയുടെ സെയിൽ കുറഞ്ഞു ഞാൻ ബോച്ചെ ലക്കി ഡ്രോ ടിക്കറ്റ് ഇറക്കിയപ്പോൾ. ഒരിക്കലും അല്ല.
താങ്കൾ ആ ഡേറ്റ് നോക്കിയാൽ മനസ്സിലാവും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, താങ്കൾ ചിലപ്പോൾ കണ്ടു കാണില്ല. ഞാൻ തുടങ്ങുന്നതിനേക്കാൾ 1 മാസം മുമ്പ് ആണ് കേരള ഭാഗ്യക്കുറിയുടെ സെയിൽസ് ഡൗൺ ആയി 9 കോടിയുടെ വിറ്റുവരവ് കുറവ് എന്ന ന്യൂസ് ഞാൻ തുടങ്ങുന്നേക്കാൾ 1 മാസം മുമ്പാണ്. അത് പേപ്പർ അടക്കം അതിന്റെ ന്യൂസ് അടക്കം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. താങ്കൾ കണ്ടില്ലെങ്കിൽ ഒന്ന് കാണാം. ഞാൻ തുടങ്ങിയതിന് ശേഷം ഉള്ള റിപ്പോർട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. വീണ്ടും ഇവിടെ ഒന്ന് ഇട്ടേക്കാം. എല്ലാ ദിവസവും ഫുള്ള് ടിക്കറ്റ് വിൽപ്പനയാണ്, ഫുള്ള് സെയിലാണ്. അപ്പോൾ ലോട്ടറിക്ക് പ്രചാരം കൂടിയിട്ടുള്ളൂ, ലോട്ടറിക്ക് കച്ചവടം ഒരിക്കലും കുറഞ്ഞിട്ടില്ല. പിന്നെ എന്നെ വേണമെങ്കിൽ കേരള ഭാഗ്യക്കുറിയുടെ ബ്രാൻഡ് അംബാസിഡർ ആക്കിക്കോളൂ. ഞാൻ ഗ്യാരണ്ടി തരാം, എല്ലാ ദിവസവും ഫുൾ സോൾഡ് ഔട്ട് ആയിരിക്കും, ഒരു ഡൗട്ടും ഇല്ല. കാരണം എനിക്കറിയാം, ലോട്ടറി എടുക്കണവർ ലോട്ടറി എടുക്കും, അതൊരു അഡിക്ഷനാണ്. ചായ കുടിക്കണവൻ ചായ കുടിച്ചുകൊണ്ടിരിക്കും. അത് മറ്റു കോർപ്പറേറ്റ്സ് ചായ കച്ചവടം ചെയ്യുന്നതിന് ഒരു 5% ബിസിനസ് എനിക്ക് വേണം പല രാജ്യത്തായി. അത്രേ എനിക്ക് ആവശ്യമുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഐ എം കോൺഫിഡൻറ്റ് എന്ന് പറയാൻ കാരണം ദിവസങ്ങൾ കൊണ്ട് കോടിക്കണക്കിന് രൂപയാണ് നാട്ടുകാരിൽ ശേഖരിച്ചത് നിയമവിരുദ്ധമായി. പക്ഷെ ഇതൊന്നും ആരും പറയില്ല. ഇദ്ദേഹത്തിന്റെ ക്രെഡിറ്റ് സൊസൈറ്റി അടക്കം എല്ലാം ഈ നാട്ടുകാരുടെ കയ്യിലിരിക്കുന്ന പണം വിശ്വാസ്യതയുണ്ടാക്കി തിരിക്കുകയാണ്. സ്വർണ്ണക്കടയുണ്ട്, പല സംവിധാനങ്ങളും. പക്ഷെ ഇതിന്റെയൊക്കെ പിന്നിൽ ഏതാണ്ട് 10,000-ലധികം ഏജന്റുമാരുണ്ട് ഗോപിച്ചപ്പെട്ടതിന് വേണ്ടി. അവരിങ്ങനെ എല്ലാവരെയും വട്ടം കൂട്ടി ആളെ ചേർത്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ കയ്യിലിരിക്കുന്ന പണം മുഴുവൻ ശേഖരിച്ച് തന്റെ കച്ചവടത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. താങ്കൾ പറഞ്ഞത് വളരെ സത്യമാണ്. ഈ പറഞ്ഞത് വളരെ സത്യമാണ്. 10,000-ഓളം ഏജൻസ് ഉണ്ട്. ഇവർ ജനങ്ങളിൽ നിന്ന് പൈസ പിരിക്കുന്നുണ്ട്. ഞാൻ ബിസിനസ്സും ചെയ്യുന്നുണ്ട്. ഞാൻ ഓരോ പുതിയ ബിസിനസ് തുടങ്ങുമ്പോഴും അതിൽ ഒരുപാട് പേര് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇന്ന് വരെ ഒരാളുടെ പൈസ നഷ്ടപ്പെട്ടിട്ടില്ല. അതിലെന്താ തെറ്റ്? കച്ചവടം ചെയ്യുമ്പോൾ ഇപ്പം എല്ലാവരും ബിസിനസ്സുകാരല്ല. ചിലവർക്ക് ബിസിനസ് ചെയ്യാൻ അറിയുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഒരുപാട് വലിയ മുടക്കും മുതലുണ്ടാവില്ല ബിസിനസ് ചെയ്യാൻ. അപ്പം എൻ്റെ അടുത്ത് വരും. എൻ്റെ ക്രെഡിബിലിറ്റി, എൻ്റെ ബ്രാൻഡ്, എന്നിലുള്ള വിശ്വാസം, എന്നിലുള്ള കഴിവ്, ഇതൊക്കെ കണ്ടിട്ടാ വരണേ. 161 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യമുണ്ട്. തലമുറകളായിട്ട് അവരുടെ മക്കളായിട്ട് നമ്മളുടെ ഒപ്പം ബിസിനസ്സിൻ്റെ പങ്കാളികളാണ്. പാർട്ട്ണർഷിപ്പ് അല്ല, ഷെയർ ഹോൾഡറാണ്, ഡെപ്പോസിറ്റ് ഉണ്ട്, പലതും. അപ്പോൾ ജനങ്ങളിൽ നിന്ന് പൈസ, അംബാനി തൊട്ടിട്ട് എത്രയോ വലിയ ഗ്രൂപ്പുകൾ എത്രയോ കോടി രൂപ ബിസിനസ് വാങ്ങിയിട്ടല്ലേ, കടം വാങ്ങിയിട്ടല്ലേ ബിസിനസ് ചെയ്യുന്നത്. കടം വാങ്ങുന്നത് തെറ്റാണോ? ഒരു രാജ്യദ്രോഹമാണോ? അത് ചതിയാണോ? തട്ടിപ്പാണോ? വെട്ടിപ്പാണോ? എന്താണേലും തെറ്റ്. അത് സത്യമാണ് നിങ്ങൾ പറഞ്ഞത്. ഇനിയും ഞാൻ ഒരുപാട് ബിസിനസ് ചെയ്യുന്നുണ്ട്. അതിലൊക്കെ എന്നെ വിശ്വാസമുള്ളവർ എൻ്റെ അടുത്ത് വരും. പാർട്ട്ണർഷിപ്പ് ഇപ്പോൾ ബോച്ചെ പാർട്ട്ണർ എന്ന ബ്രാൻഡിൽ മിനി ജ്വല്ലറി ഷോറൂം 100 എണ്ണമാണ് ഗൾഫിലൂടെ ആയിട്ട് വരാം. ചെറിയ സ്റ്റോക്കാണ്, പക്ഷെ ലൈറ്റ് വെയ്റ്റ് സൂപ്പർ കളക്ഷനുകളുമായിട്ട് വരിക. 5 ലക്ഷം മുതൽ 5 കോടി രൂപ വരെ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. മാസം നല്ലൊരു ലാഭവിഹിതം അവർക്ക് ലഭിക്കും. വിശ്വാസമുള്ളവർ എൻ്റെ അടുത്ത് വരും. സ്വർണമാണ്, നഷ്ടപ്പെടില്ല എന്ന് അവർക്ക് അറിയാം. ഇതൊക്കെ സത്യമാണ് ഇപ്പോൾ താങ്കൾ പറഞ്ഞത്. ഇങ്ങനെ ആർക്കും എന്ത് തട്ടിപ്പ് നടത്താം, രാഷ്ട്രീയ തണലുണ്ടെങ്കിൽ, മാധ്യമ തണലുണ്ടെങ്കിൽ എന്ന അവസ്ഥയിലാണ് നമ്മുടെ നാട്. അങ്ങനെയാണ് ഗോപിച്ചമ്മനോട് ഇവിടെ ചായ കച്ചവടം എന്ന വ്യാജേന ലോട്ടറി കച്ചവടം നടത്തുന്നത്. അതിനെതിരെ സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ കേസെടുക്കേണ്ടതാണ്, എടുത്തില്ല. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ലോട്ടറി വകുപ്പ് ആദ്യം മുതൽ സർക്കാരിന്റെ മുതൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ സർക്കാർ അനങ്ങിയില്ല. കാരണം എല്ലാവർക്കും പേര് കിട്ടുന്നുണ്ടാവുമല്ലോ. ഒടുവിൽ ഒരു ലോട്ടറി ഓഫീസർ അയാൾക്ക് തോന്നി ഇത് ശരിയാണ്. താങ്കൾ പറയുന്നു ഞാൻ ഈ ചായപ്പൊടി കച്ചവടത്തിന് വേണ്ടിയിട്ട് പലർക്കും വിഹിതം കൊടുക്കുന്നുണ്ട് എന്ന്. കൈക്കൂലി, അതാണ് ഉദ്ദേശിച്ചത്. ഒന്നുമില്ല, തെറ്റാണ്. ഞാന് ഈ 1 മാസം കച്ചവടം ചെയ്തപ്പോൾ എത്ര കോടി രൂപ നഷ്ടമാണെന്ന് താങ്കൾക്ക് അറിയുമോ? ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. മിനിമം 6 മാസം തൊട്ട് 1 വർഷം എടുത്താലേ എനിക്ക് ബ്രേക്ക് ഈവൻ ആവുള്ളൂ. അപ്പൊ ഈ നഷ്ടക്കച്ചവടം ചെയ്യാൻ, അല്ലെ ഇത് ചെയ്യാൻ ഒരാൾക്കും കൈക്കൂലി കൊടുക്കണ്ട, അതിന്റെ ആവശ്യമില്ല. സത്യസന്ധമായിട്ട് ബിസിനസ് ചെയ്യണമെങ്കിൽ ഒരാൾക്കും കൈക്കൂലി കൊടുക്കണ്ട, അത് കൊടുത്തിട്ടുമില്ല. അപ്പൊ അങ്ങനത്തെയൊക്കെ അസംബന്ധമായ ബ്ലൈൻഡ്ലി ഡോണ്ട് സ്പീക്ക് ലൈക്ക് ദിസ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോ മിസ്റ്റർ സാജൻസ് കറിയ, എനിക്ക് ഒരു കാര്യം മാത്രമേ താങ്കളോട് പറയാൻ. താങ്കൾ സത്യസന്ധനായ ഒരു മാധ്യമ പ്രവർത്തകനാണെങ്കിൽ
യാഥാർത്ഥ്യങ്ങൾ പഠിച്ചു മാത്രം പറയുക എന്നാണ്. തിരക്കുള്ള ആളാണ്, ഒരുപാട് ന്യൂസുകൾ ഒരു ദിവസം വായിക്കുന്ന ആളാണ്, മനസ്സിലാക്കാം, എല്ലാ ഓർമ്മയിലും നിൽക്കണമെന്നില്ല. പക്ഷെ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ട് പറയും. എന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തിരുത്താം, ഞാൻ തയ്യാറാണ്. എന്തു വേണമെങ്കിലും പറഞ്ഞു, തെറ്റ് തിരുത്താൻ തയ്യാറാണ്. എന്റെ ഒരു ക്വാളിറ്റി അതാണ്. ഒരു തെറ്റ് ചെയ്തു എന്ന് തോന്നിയാൽ തെറ്റാണെന്ന് ഓപ്പണായിട്ട് വിളിച്ചു പറയുകയും അത് തിരുത്തുകയും ആവർത്തിക്കാതിരിക്കും. അതാണ് എൻ്റെ ഒരു ക്വാളിറ്റി. അതുപോലെ ഞാൻ മറ്റുള്ളവരെ കുറിച്ച് എനിക്കറിയാത്ത കാര്യങ്ങൾ ഒന്നും പറയാം. താങ്കളെ കുറിച്ച് എന്തൊക്കെ കേൾക്കുന്നു, ഞാൻ UK എന്നൊക്കെ ഒരുപാട് പേര് പലരും വിളിച്ചിട്ട് പറയാറുണ്ട്, നിങ്ങൾ ഒരുപാട് പേരെ പറ്റിച്ചിട്ടുണ്ട്, ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ ഭാര്യ അവിടെ പോയി ജോലി ചെയ്ത് ഗവൺമെന്റിനെ പറ്റിച്ച് ശമ്പളം വാങ്ങിയിരുന്നു. ഇങ്ങനെ പല കഥകളും സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട്. നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയ സ്റ്റാഫ് എൻ്റെ അടുത്ത് വന്നിരുന്നു. അങ്ങനെ നിങ്ങൾ കോടികൾ ലോൺ എടുത്തു എന്ന് നിങ്ങൾ പറയുന്നു, എന്നാൽ കോടികൾ ലോൺ എടുത്തിട്ടില്ല. നിങ്ങൾ ചെലവും സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുമ്പോൾ അതൊക്കെ ചോദ്യം ചെയ്യപ്പെടും എന്നതുകൊണ്ട് ലോൺ എടുത്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് വരുത്തി തീർക്കുന്നു. അല്ല എന്നും ആണെന്ന്, അങ്ങനെ പല പല നിങ്ങൾ ഒരു വീഡിയോ കരഞ്ഞു കാല് പിടിക്കുന്നു, ഇങ്ങനത്തെ പലതും പല സമയത്തും വന്നിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണോ എന്ന് എനിക്കറിയില്ല. അറിയാത്തോടത്തോളം കാലം ഞാൻ അതിനെക്കുറിച്ച്, പിന്നെ ഇതൊന്നും എന്റെ വിഷയമല്ല, മറ്റുള്ളവരുടെ കാര്യത്തിലൊന്നും തലയിടാൻ ഞാൻ പോകാറില്ല. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് എന്ത് തെറ്റുണ്ടെങ്കിലും നിങ്ങൾ പറഞ്ഞു തിരുത്തി. പിന്നെ ഈ കഴിഞ്ഞ 161 വർഷത്തിനുള്ളിൽ ഞാനോ എന്റെ ഫാദറോ ഗ്രാൻഡ് ഫാദറോ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറോ ആരെങ്കിലും കയ്യിൽ നിന്ന് ആർക്കെങ്കിലും 1 രൂപ കിട്ടാനുണ്ടെങ്കിൽ ഞങ്ങളുടെ ബിസിനസ്സിൽ വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്തു, ഡെപ്പോസിറ്റ് ചെയ്തു, പാർട്ട്ണറായി, ഷെയർ ഹോൾഡറായിട്ട് മുതലോ പലിശയോ ലാഭമോ കിട്ടാനുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങൾ സ്റ്റുഡിയോയിൽ വിളിച്ചോളൂ, ഞാൻ അവിടെ വന്നു. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനത് തിരുത്തും. ഇന്ന് വരെ എൻ്റെ അറിവിൽ അങ്ങനെ ഒരു സംഭവമില്ല. ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ സ്റ്റാഫുകളിൽ നിന്ന് പല വീഴ്ചകളും വരാം. അപ്പോ മിസ്റ്റർ സാജൻസ്കറിയ, ഞാൻ കാത്തിരിക്കും. തട്ടിപ്പിന് ഇരയായവരൊക്കെ താങ്കളുടെ സ്റ്റുഡിയോയിൽ ക്ഷണിച്ചു വരുത്തണം, ഞാൻ അങ്ങോട്ട് വരാം. തീർച്ചയായിട്ടും നമുക്കൊരു ലൈവ് പ്രോഗ്രാം അവിടെ ചെയ്യാം. എന്തൊക്കെയാണ് തട്ടിപ്പുകൾ ബോച്ചെ നടത്തിയിട്ടുള്ളത് എന്ന് എനിക്കും അറിയാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ഒരു റിക്വസ്റ്റ് ഉണ്ട്, ആ ഇന്റർവ്യൂ നടക്കുമ്പോൾ എന്റെ ഭാഗത്തുനിന്നും ഒരാളെ കൊണ്ട് ഇത് മൊത്തം ഷൂട്ട് ചെയ്യാൻ അനുവദിക്കണം എന്ന് മാത്രമുള്ള ഒരു റിക്വസ്റ്റേ ഉള്ളൂ. ഞാൻ തയ്യാറാണ്. താങ്കൾ സത്യം അന്വേഷിച്ച് മനസ്സിലാക്കൂ, ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ അതിന് തയ്യാറാണ്. ഓക്കെ, സോ conquer the world with love. Love you, everybody. You're on. Boche.